ഹായ് SL ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഒരുപാട് പേരുണ്ട്, അതായത് അവരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്ന, ഇവരിൽ കുറച്ച് പേരൊക്കെ കേട്ടോ, എല്ലാവരും ഒന്നും പറയുന്നില്ല, കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. ഇപ്പം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതല്ലാതെ പുറമേ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഉദ്ദേശം വ്യക്തമാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, സ്വാഭാവികമാണ്, കാരണം എല്ലാ ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പം നടക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ ഏത് വേണം എന്നുള്ളത്. സോ നിങ്ങൾ ആദ്യം ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക, കൃത്യമായൊരു തീരുമാനം എടുക്കുക. ഈ സംഭവമാണ് എനിക്കിപ്പോൾ നടന്നു കിട്ടേണ്ടത് എന്ന് കൃത്യമായി വ്യക്തമായും ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ ഫീലിംഗ് ആണ്. അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം പിന്നീട് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എപ്പോഴാണെന്നുണ്ടെങ്കിലും ആ സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഫീലിങ്സ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. സോ ആ ഒരു ഫീലിങ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പ്രസന്റിൽ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ആണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാനിഫെസ്റ്റേഷൻ രീതി എന്ന് പറയുന്നത്. അതായത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഫീലിങ്സ് ആണ്, ആ ഫീലിങ്സ് ആയിരിക്കണം വരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ആ വിഷ്വലൈസേഷൻ എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ സംഭവം നടന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നടക്കുന്നതായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഒരാളെ മാരേജ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് ആ വ്യക്തിയെ വിവാഹം ചെയ്യുന്നത്, വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുറേ കാര്യങ്ങൾ, നല്ല നല്ല മെമ്മറീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു സംഭവം, അതായത് എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ആ ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഈ ഒരു ടൈമിൽ സംശയമൊന്നും പാടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതായത് ഞാൻ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമോ, അത് റെഡി ആവില്ല, ഇനി ഞാൻ ചെയ്തൊക്കെ വെറുതെ ആവുമോ, എൻ്റെ സമയമൊക്കെ ഞാൻ കളഞ്ഞത് വെറുതെ ആവുമോ, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്തകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. അതായത് നടക്കുമോ നടക്കില്ലേ എന്നുള്ള ഭയങ്കരമുള്ള സംശയം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. നെഗറ്റീവ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല. സംഭവം നടക്കുമോ നടക്കില്ലേ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ നെഗറ്റീവായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ മതി, അതിൻ്റെ പുറകെ കൂട്ടത്തോടെ കുറേ വരും. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചെറിയൊരു ചിന്ത പോലും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നടക്കുമോ നടക്കില്ലേ ഇത്തരത്തിലുള്ള സംശയങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നുള്ളതാണ്. അതായത് പോസിറ്റീവായ രീതിയിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഇരിക്കേണ്ടത്. അതേപോലെ തന്നെ എപ്പോഴും സന്തോഷമായിട്ടുള്ള ഒരാളായിരിക്കണം. എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി ഉള്ള ഒരാളായിട്ട് മാറണം. അതേപോലെ ഇപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള വൈബ്രേഷൻ കൂട്ടുക, കുറച്ചുകൂടി വൈബുള്ള ഒരാളായിട്ട് മാറുക എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള സന്തോഷമുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്, അതുമായി യോജിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ മീൻസ് ദൈവം പാതി താൻ പാതി എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം അങ്ങോട്ട് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കരുത്, കുറച്ചൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മീൻസ് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്ന സ്ഥാനത്ത് എത്തണം എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തേക്ക് എത്തണമെന്ന് വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോലെ ഒരിക്കലും ആ സ്ഥാനം നമ്മുടെ അടുത്തേക്ക് വരില്ല. അതിനുവേണ്ടി നമ്മളും കുറച്ചൊക്കെ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് പഠിച്ച് നേടാൻ പറ്റുന്ന എന്തെങ്കിലും പദവിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം.
അതല്ലാതെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല കേട്ടോ. നമ്മളും കൂടി അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലും നല്ല ചെറിയ രീതിയിലെങ്കിലും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വിശ്വസിക്കുക എന്നുള്ളത്. അതായത് പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമാണ്, പ്രപഞ്ച ശക്തി ഉണ്ട് എന്നുള്ളതിൽ എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന അതേപോലെ തന്നെയാണ് പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രപഞ്ച ശക്തിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതായത് നമ്മൾ യൂണിവേഴ്സിനോടാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ആഗ്രഹം നടത്തി തരണം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളോട് ചെയ്യേണ്ടത് യൂണിവേഴ്സ് അത് കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇത് നടക്കും എന്നുള്ളത് കൃത്യമായി നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്, അതായത് നമ്മൾ യൂണിവേഴ്സിനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ യൂണിവേഴ്സ് ഉറപ്പായിട്ടും അതെനിക്ക് നടത്തി തരും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ സംശയത്തോടെ ഇരിക്കരുത്. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും മാറില്ല എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമുക്ക് ആ ഒരു വയ്യായികയുടെ എന്തെങ്കിലുമൊക്കെ എവിടേക്കോ ഉണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് മാറും എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ടാബ്ലറ്റ്സും കാര്യങ്ങളും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറിയ പോലെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും, യൂണിവേഴ്സ് എനിക്ക് നടത്തി തരും എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് അഫർമേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നയാളെ മാരേജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പറയാം. അതായത് ഞാനും ഇന്നയാളും വിവാഹിതനാവുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ്. പോസിറ്റീവായ രീതിയിൽ മാത്രം അഫർമേഷൻസ് യൂസ് ചെയ്യുക, നെഗറ്റീവായ രീതിയിൽ യൂസ് ചെയ്യരുതെന്നുള്ളതാണ്. അതായത് ഇപ്പം നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടതാണ് സംഭവം നടക്കുന്നു അല്ലെങ്കിൽ നടന്നു എന്നുള്ള രീതിയിൽ വേണം പറയാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു അഫർമേഷൻസും കൂടി നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതുകൂടി പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത് 55x5 മെത്തേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് ഇരിക്കരുത്. അതായത് എഴുതി കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യം കഴിഞ്ഞ് മിണ്ടാതിരിക്കാം എന്ന് വിചാരിക്കരുത്. പകരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കുകയല്ല. ഇതിനോട് നമുക്ക് പ്രത്യേകമുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. ചിലപ്പോൾ നമുക്ക് റിസൾട്ട് വരാനായിട്ട് ഓരോരുത്തരുടെ കേസിനനുസരിച്ചിരിക്കും. അതായത് ചിലർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് വരാം, ചിലർക്ക് കുറച്ച് ലേറ്റ് ആവും. അത് അവരുടെ പ്രശ്നം എന്താണെന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് റിസൾട്ട് കിട്ടുകയില്ല എന്ന് ചോദിച്ചിരുന്നിട്ട് കാര്യമില്ല. പകരം വിശ്വാസം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിശ്വസിക്കുക, നടക്കും എന്നുള്ളത് വിശ്വസിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇത് സാധാരണ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലത് തന്നെയാണല്ലോ, ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ഇതൊക്കെ നടക്കുമോ, നടക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യണം, അപ്പോൾ ഇതിനൊക്കെ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കൃത്യമായൊരു നോളജ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് യൂസ്ഫുൾ ആയ വീഡിയോ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്